ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ LP-UP പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം നമ്മുടെ മുൻപിലുള്ളത് നമുക്ക് LP-UP ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിനെ വിളിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ള ധാരാളം പേരുണ്ടായിരിക്കും. അവർ ഇൻ്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന ആലോചനയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ LP-UPയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ടീച്ചിങ് HSA പോലുള്ള അല്ലെങ്കിൽ HSST പോലുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് പ്യുവർ നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. പിന്നെ ജനറൽ നോളേജ് അടക്കമുള്ള കാര്യങ്ങളും നമ്മുടെ സാമൂഹിക വിഷയങ്ങളൊക്കെ വരും സാധാരണ ഇൻ്റർവ്യൂ പോലെ. പക്ഷേ LP-UP എന്ന് പറയുമ്പോൾ നമ്മൾ LP ആണെങ്കിലും UP ആണെങ്കിലും നമ്മളെല്ലാ സബ്ജക്റ്റും നമ്മൾ കുട്ടികളുടെ അടുത്ത് കൈകാര്യം ചെയ്യേണ്ടതാണ്, എല്ലാ ടീച്ചർമാരും. അല്ലാതെ സബ്ജക്റ്റ് വൈസ് ടീച്ചേഴ്സ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത് LP-UPക്ക് ഒരു വിഷയമല്ല. അവിടെ ഏത് ചോദ്യം ചോദിച്ചാലും ആൻസർ പറയാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ തരാം എന്ന് വിചാരിച്ചു തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഇൻ്റർവ്യൂവിൽ സാധാരണ ചോദിക്കുന്നത് പോലെയുള്ള ജനറലായിട്ടുള്ള വിഷയങ്ങൾ, ന്യൂസ് പേപ്പറിൽ നിന്നും നമുക്ക് കിട്ടുന്ന സാമൂഹിക വിഷയങ്ങൾ, ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ബോധമുണ്ടായിരിക്കണം. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കുക, ന്യൂസ് കാണുക, നമ്മളുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഏത് സ്ഥലത്താണോ ജീവിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ചരിത്ര പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജില്ല, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല, ഏത് ജില്ലയാണെങ്കിലും അതിനതിൻ്റേതായ ഒരു ചരിത്രപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രത്യേകതകളുണ്ടാവും. ഇപ്പോൾ തൃശ്ശൂർ ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചരിത്രം നോക്കാം, തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം, അതുപോലെ അവിടെ ഭരിച്ച രാജാവിൻ്റെ ചരിത്രം, അതുപോലെ തൃശ്ശൂർ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, മ്യൂസിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തൃശ്ശൂർ വെള്ളച്ചാട്ടം ഉള്ള അതിരപ്പിള്ളി പോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അങ്ങനെ ഏകദേശം ഒരു ധാരണ നമുക്ക് നമ്മുടെ ജില്ലയെക്കുറിച്ചുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ ജില്ലക്കാരും അവരവരുടെ ഒരു ചരിത്രവും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണം. അടുത്തത്, നമ്മളുടെ ജില്ലയിൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ, മ്യൂസീഷ്യൻസ്, എഴുത്തുകാർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്നയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് ഒരു ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. വളരെ പ്രശസ്തരായ ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയൊന്നും സാധ്യമല്ല. അപ്പോൾ ഓരോ ജില്ലയിലും അവരവരുടെ ജില്ലയിൽ പ്രശസ്തരായ ആളുകൾ, മന്ത്രിമാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. പിന്നെ പലർക്കും അവരവരുടെ ജില്ലയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഏത് നിയോജക മണ്ഡലത്തിൽ പെടുന്നു, നിങ്ങളുടെ വീട് ഏത് നിയോജക മണ്ഡലത്തിലാണ് എന്നും ചോദിച്ചാൽ അറിയുന്നവരുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം ഒരു ധാരണ നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ നമ്മളുടെ എന്താ പറയുക, ചിലപ്പോൾ നമ്മളുടെ സ്ഥലം, ജില്ല അല്ല, നമ്മുടെ സ്ഥലപ്പേരൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കാണുമ്പോൾ ആ സ്ഥലപ്പേരിനെ കുറിച്ച് എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും 2 സെൻറ്റൻസ് പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ മിക്ക ഇൻ്റർവ്യൂവിലും നമ്മൾ ചെല്ലുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയൂ എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും LP-UP ഇൻ്റർവ്യൂവിന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയിപ്പിച്ചതായി അറിവില്ല. ഓക്കെ, എൻ്റെ ഇൻ്റർവ്യൂവിനൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം നമ്മൾ ഓൾറെഡി നമ്മളൊരു പ്രൊഫൈൽ പൂരിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇൻ്റർവ്യൂവിന് മുന്നേ നമ്മളുടെ പ്രൊഫൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമുക്കൊരു ഇത് വരുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. അതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതവർ വായിക്കും കേട്ടോ, എല്ലാം വായിക്കും. അതിൽ നമ്മൾ എന്തുകൊണ്ട് ഈ ജോലി തിരഞ്ഞെടുത്തു എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹോബീസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പാടാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്നുള്ളതാണ് ഹോബിയെങ്കിൽ
ചിലപ്പോൾ ഒരു പാട്ട് പാടാമോ അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരോടും. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ അത്തരം ആൻസറുകൾ അതുപോലെ ആയിരിക്കണം. അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാൻ ഒതുങ്ങുന്ന വിധത്തിൽ നിങ്ങൾ ആ പ്രൊഫൈല് ഫില്ല് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നീട് നമ്മളുടെ സാമൂഹിക വിഷയങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ, ആ സമയത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, അത് നാഷണൽ, ഇൻ്റർനാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ലെവലിലടക്കം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന അന്നത്തെ ന്യൂസ് പേപ്പർ നിർബന്ധമായും വായിച്ചിരിക്കണം. അന്നും അതിൻ്റെ തലേദിവസം 2-3 ദിവസം മുൻപുള്ള ന്യൂസ് പേപ്പറുകളും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ചോദ്യം ചോദിക്കാനിരിക്കുന്ന ഇൻ്റർവ്യൂ പാനലിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് അടുത്ത് നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. പിന്നെ നമ്മളെ മന്ത്രിമാരുടെ പേരുകളൊക്കെ അത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് നമ്മളുടെ സബ്ജക്റ്റ് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ തവണ നമ്മൾ ഓരോ തവണയും ഇൻ്റർവ്യൂ വയ്ക്കുമ്പോൾ കുറേശ്ശെ പേരെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ ഒരു പാനലായിരിക്കില്ല വേറെ സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും ഒരേ പാനലായിരിക്കില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു പാനൽ 2-3 ദിവസം അവരുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ്, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ, ഡിഗ്രി, PG ഒക്കെ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഡിഗ്രി നിങ്ങൾ ചെയ്ത സബ്ജക്റ്റ് പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ മലയാളമാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരു മാത്സിലെ ഏതെങ്കിലും ടോപ്പിക്കാണ് ക്ലാസ് എടുക്കാനോ ഒക്കെ പറയുന്നത്, ഡെമോ ചെയ്യാനൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾ ഈ സബ്ജക്റ്റ് ആകുമ്പോൾ മറ്റൊരു സബ്ജക്റ്റ് UPയിലെ കുട്ടിക്ക്, ഇപ്പോൾ UPയൊക്കെ ആണെങ്കിൽ നമ്മൾ മലയാളം ആണെങ്കിലും മാത്സൊക്കെ ചിലപ്പോൾ എടുത്ത് കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മളെല്ലാ സബ്ജക്റ്റും അറിഞ്ഞിരിക്കണം. UP ലെവലിലുള്ളത് മതി. അപ്പോൾ നിങ്ങൾ ഡെമോ നിങ്ങൾ തയ്യാറായി പോകുമ്പോൾ ആ ഡെമോയിൽ എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ക്ലാസ് ഡെമോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പം ഞാൻ പോയ സമയത്ത് പാനൽ വേറെ ആയിരുന്നു. അവരെൻ്റെ അടുത്ത് ഏതാണ് സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ സയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു UP ക്ലാസ്സിലെ, ഞാൻ UPയുടെ ഇൻ്റർവ്യൂവിനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ 5, 6, 7 ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിൽ സയൻസ് തന്നെ ഡെമോ ചെയ്തോളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കത് വളരെ ഈസിയായി തോന്നി. കാരണം എൻ്റെ സബ്ജക്റ്റ് ആണല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്ക് ഡെമോ പ്രിപ്പയർഡ് ആയിരുന്നു. അതൊരു 10 മിനിറ്റൊക്കെ മാക്സിമം മതി കേട്ടോ. നമ്മളെ കൊണ്ട് ഫുള്ള് എടുപ്പിക്കാറില്ല. പക്ഷേ എടുപ്പിക്കുകയാണെങ്കിൽ എടുക്കാൻ തയ്യാറായിട്ടും വേണം. അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ വേണം, കുട്ടികളതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇൻട്രഡക്ഷൻ വേണം, ബോർഡ് യൂസ് ചെയ്യണം, കണ്ടൻറ്റിലേക്ക് കടക്കണം, കുട്ടികളുടെ ഇൻട്രാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ കുട്ടികൾ എന്ന നിലയിൽ, നമ്മുടെ മുന്നിൽ കുട്ടികളുണ്ടെന്നുള്ള നിലയിൽ വേണം നമ്മൾ പെരുമാറാൻ. അപ്പോൾ അതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ കുട്ടികൾ ആൻസർ പറഞ്ഞു എന്ന്, കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർവ്യൂ പാനൽ ചിലപ്പോൾ ഉത്തരമൊന്നും പറയില്ല. പക്ഷേ നമ്മൾ ആ ഒരു ഉത്തരം പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരിക്കണം ക്ലാസ്. പിന്നെ ഒരു കൺക്ലൂഷനും വേണം. പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഒന്നും കൂടി റീകളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലും അവതരിപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡെമോ എടുത്തപ്പോൾ എൻ്റെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഇൻട്രഡക്ഷൻ പറയും, ബോർഡ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. കൺക്ലൂഷനിലേക്ക് എത്തിയില്ല, അതിന് മുന്നേ തന്നെ മതിയെന്ന് പറഞ്ഞു. പിന്നീട് ഇവർ നമ്മളുടെ അടുത്ത്, ഇൻ്റർവ്യൂ പാനലുള്ള എല്ലാവരും നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി മാത്രം ആൻസർ പറയാതെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അയാളുടെ മുഖത്തേക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരുടെയും മുഖത്തേക്ക് നമുക്കൊരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓരോ ബാച്ചിലും പല ജില്ലകളിലും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതൊക്കെ ഞാൻ അതേ വർഷം തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ LP-UPയുടെ സമയത്ത്. അപ്പോൾ LP-UP ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെ വേണം, ഡെമോ ക്ലാസ് എങ്ങനെ വേണം, എൻ്റെ ഇൻ്റർവ്യൂ അനുഭവങ്ങൾ ഉൾപ്പെടെ ഒരു 41 വീഡിയോസ് ഞാൻ LP-UP ഇൻ്റർവ്യൂ ടിപ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മളിട്ടതാണ്. പക്ഷെ അത് വളരെ യൂസ്ഫുള്ളാണ്.
അപ്പോൾ അന്നത്തെ ആനുകാലികമായ അന്നത്തെ കറണ്ട് അഫെയർസ് മുഴുവൻ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഇപ്രാവശ്യം ആവശ്യം വരണം എന്നില്ല, പക്ഷേ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് വളരെ പ്രശസ്തമായിരുന്നു. അതൊക്കെ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസ്സുകൾ അതിലുണ്ട്. ഒപ്പം എൻ്റെ UPSC ഇൻ്റർവ്യൂ അനുഭവങ്ങൾ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഓരോ പാനലും ചോദിച്ച വ്യത്യസ്തമായ ചോദ്യങ്ങൾ. കാരണം അതിലൊരു പാനൽ വന്ന സമയത്ത് അവർ കൂടുതലായിട്ട് മലയാളത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം പോയം, മലയാളം കവിതകൾ ചൊല്ലിപ്പിക്കുക, കവികളെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സയൻസിൽ പല ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തി 41 വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ആ വീഡിയോസ് കിടപ്പുണ്ട്, നിങ്ങളത് നോക്കി പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. 41 വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് എല്ലാവരും നോക്കുക, അത് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.